എല്ലാ ഡോക്ടർമാരും പറയുന്ന ഒന്ന് തന്നെ, കാത്തിരിക്കുക, എത്ര കാലം പിടിക്കുമെന്ന് അറിയത്തില്ല, കുറേ വർഷങ്ങൾ വേണ്ടി വരും, സർജറിയാണ് ലാസ്റ്റ് ഒരു ഓപ്ഷനായിട്ട് പറയുന്നില്ല. സർജറിക്ക് ആർക്കും ഒരു ഹോപ്പില്ല. എല്ലാവരും പറയുന്നത് സർജറി എത്രമാത്രം നടക്കും എന്ന രീതിയിൽ ആർക്കും ഒരു വിശ്വാസമില്ല. ഒരു ഡോക്ടർമാരും അത് ചെയ്യാനോ, അത് ഓപ്പൺ ഹാർട്ട് ചെയ്യണം. ശരിക്കും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ശരീരത്തിലേക്ക് പോകുന്ന ഒരു ചെറിയൊരു രക്തക്കുഴലിൽ ഒരു ചെറിയ ലീക്കാണ്, വളരെ ചെറിയ ലീക്കാണ്. ആ ഒരു നമ്മൾ എന്ത് കഴിച്ചാലും എന്ത് കഴിക്കാൻ കൊടുത്താലും വായിലൂടെ കൊടുക്കുന്നതെങ്കിൽ ആ ഒരു ലീക്കിലൂടെ വന്ന് ഈ ലങ്സിൻ്റെയും ഹാർട്ടിൻ്റെയും മേളിലൊരു പാടയുണ്ട്. ആ പാടയിൽ വന്ന് നിറയും. പിന്നെ കൊച്ചിന് ശ്വാസം എടുക്കാൻ പറ്റത്തില്ല. അതായിരുന്നു അവസ്ഥ. എൻ്റെ പേര് ജസ്റ്റി സെബാസ്റ്റ്യൻ. ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ്. കുഞ്ഞ് ജനിച്ചൊരു 14 ദിവസം വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഒരു 14 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കാനൊന്നും പറ്റത്തില്ല, ഭയങ്കര കരച്ചിൽ മാത്രമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യം അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ജസ്റ്റ് ഒരു ശ്വാസം മുട്ടല എല്ലാ പിള്ളേർക്കും ഉണ്ടാകുന്ന പോലെയാണ്, അങ്ങനെ പറഞ്ഞ് അവരിട്ടു. പക്ഷെ കൊച്ചൊന്നും കഴിക്കാതിരിക്കുന്നതുകൊണ്ട് അവർക്ക് ഗ്ലൂക്കോസ് പോലും കുത്താൻ പറ്റാത്തതുകൊണ്ട് ഡീഹൈഡ്രേഷൻ ആയി പോയതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിൽ മാറി. അങ്ങനെ ഞങ്ങൾ കണ്ണൂരേക്ക് മാറിക്കഴിഞ്ഞ ശേഷം 2-3 ദിവസത്തെ ട്രീറ്റ്മെൻറ്റിൽ മനസ്സിലായി കൈലോത്രാച്ച് എന്ന് പറഞ്ഞൊരു പ്രത്യേക അസുഖമാണ്. ഒരു റെയർ കണ്ടീഷനാണ്. മീൻസ് 1000-ൽ ആൾക്ക് മാത്രമേ അങ്ങനെ ഒരു അസുഖം വരുള്ളൂ. അതും കൂടുതലും സർജറി കഴിഞ്ഞ പിള്ളേർക്ക് വരുള്ളൂ. ജനിച്ച ഒരു കൊച്ചിന് അതോടെ ജനിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ വന്ന അവസരത്തിൽ അവർ ആദ്യം സർജറി കഴിഞ്ഞ പിള്ളേരിൽ അങ്ങനെയുള്ള അവസ്ഥ വരുമ്പോൾ എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന രീതിയിൽ അവർ ഫർദറായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞു, പാല് കൊടുത്തിട്ട് ട്രീറ്റ്മെൻറ്റ് മുമ്പോട്ടേക്ക് കൊണ്ടുപോയി നോക്കി, ഒരു മാറ്റവും ഇല്ല. പിന്നെ പാല് കൊടുക്കൽ നിർത്തിയിട്ട് ലാസ്റ്റ് ഇഞ്ചക്ഷൻ മാത്രമാക്കിയിട്ട് നോക്കി, അപ്പോഴും ഒരു മാറ്റമില്ലെന്ന് കണ്ടു. കൊച്ചിൻ്റെ കാലും കൈയെല്ലാം ഇഞ്ചക്ഷൻ ആണെങ്കിലും ടെസ്റ്റിന് എടുത്തിട്ടാണെങ്കിലും മൊത്തം കാലും കൈയിൽ ഫുള്ള് വെയിൻ എല്ലാം തീർന്നു. ലാസ്റ്റ് അവർ പെർമിഷനോടെ തൊടയിൽ ഇതിടാൻ വേണ്ടി തുടങ്ങി. ലാസ്റ്റ് എന്നിട്ട് ഒരു മാറ്റവും ഇല്ല എന്ന് കണ്ടതുകൊണ്ട് ഞങ്ങൾ പിന്നെ എറണാകുളം ലിസിയിലേക്ക് മാറി. എറണാകുളം ലിസിയിലേക്ക് വന്നു കഴിഞ്ഞ ശേഷം പലരിൽ നിന്നായിട്ട് ഞങ്ങളിങ്ങനെ കൃപാസനം ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി കഴിഞ്ഞു. എല്ലാ ഡോക്ടർമാരും പറയുന്ന ഒന്ന് തന്നെ, കാത്തിരിക്കുക, എത്ര കാലം പിടിക്കുമെന്ന് അറിയത്തില്ല, കുറേ വർഷങ്ങൾ വേണ്ടി വരും, സർജറിയാണ് ലാസ്റ്റ് ഒരു ഓപ്ഷനായിട്ട് പറയുന്നില്ല. സർജറിക്ക് ആർക്കും ഒരു ഹോപ്പില്ല. എല്ലാവരും പറയുന്നത് സർജറി എത്രമാത്രം നടക്കും എന്ന രീതിയിൽ ആർക്കും ഒരു വിശ്വാസമില്ല. ഒരു ഡോക്ടർമാരും അത് ചെയ്യാനോ, അത് ഓപ്പൺ ഹാർട്ട് ചെയ്യണം. ശരിക്കും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ശരീരത്തിലേക്ക് പോകുന്ന ഒരു ചെറിയൊരു രക്തക്കുഴലിൽ ഒരു ചെറിയ ലീക്കാണ്, വളരെ ചെറിയ ലീക്കാണ്. ആ ഒരു നമ്മൾ എന്ത് കഴിച്ചാലും എന്ത് കഴിക്കാൻ കൊടുത്താലും വായിലൂടെ കൊടുക്കുന്നതെങ്കിൽ ആ ഒരു ലീക്കിലൂടെ വന്ന് ഈ ലങ്സിൻ്റെയും ഹാർട്ടിൻ്റെയും മേളിലൊരു പാടയുണ്ട്. ആ പാടയിൽ വന്ന് നിറയും. പിന്നെ കൊച്ചിന് ശ്വാസം എടുക്കാൻ പറ്റത്തില്ല. അതായിരുന്നു അവസ്ഥ. പിന്നെ ലിസിയിൽ വന്നപ്പോഴത്തേക്കും അതിൻ്റെ ഫോളോയിങ് അവർ ഇവിടെ ഒരു ചെസ്റ്റിൻ്റെ അവിടെ ഒരു തുളയിട്ടിട്ട് രാവിലെയും വൈകുന്നേരം എല്ലാം വലിച്ചെടുത്ത് കളയുക ചെയ്യുന്ന ഈ ഒരു ഫ്ലൂയിഡ്. അതൊരു 1.5 ഗ്ലാസ്സോടെ വരും ഒരു നേരം. ഒന്നും കഴിക്കാതിരുന്നാൽ കൂടെ അത് അത്രയും തന്നെ വന്നുകൊണ്ടേയിരുന്നു. ലാസ്റ്റും ഓരോ ദിവസം ഇങ്ങനെ മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം 180 ആണെങ്കിൽ 120 ml, ചില ദിവസം വളരെ കുറയും, ചില ദിവസം പിന്നെ അപ്പോഴത്തേക്ക് നമുക്ക് ആകപ്പെടെ ആശ്വാസമാകും, പിന്നെ അത് കൂടും. അങ്ങനെ 29-ാം തീയതി ജനുവരി ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തു കൊച്ചിന് വേണ്ടിയിട്ട്. അങ്ങനെ ഉടമ്പടി എടുത്തു കഴിഞ്ഞും മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടേയിരുന്നു. ഞാൻ രാവിലെ ഈ NICUവിലായിരുന്നു ഫുൾ കൊച്ച്. അപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു ഈ NICUവിലെയും ഉടമ്പടി വസ്തുക്കൾ കയറ്റാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ ഉടമ്പടി തൈലം എൻ്റെ നെറ്റിയിൽ എനിക്ക് കാണാൻ കയറാമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ചിട്ട് പോയിട്ട് ഞാൻ എൻ്റെ നെറ്റിയിൽ നിന്ന് എടുത്തിട്ട് കൊച്ചിൻ്റെ എപ്പോഴും കുരിശും വരച്ച് കൊടുക്കുമായിരുന്നു. അതുപോലെ ചെസ്റ്റിൻ്റെ ഇവിടെയും. പിന്നെ ഞാൻ അവിടെ നിന്ന് 9 വിശ്വാസ പ്രമാണം എപ്പോഴും ചെല്ലുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവർ ഞങ്ങളെ അലോ ചെയ്തു. ഉടമ്പടി കാശുരൂപം കൊച്ചിൻ്റെ തലയുടെ കീഴിൽ വെച്ചോ എന്ന് അലോ ചെയ്തു. അതിനുശേഷം തൊട്ട് ഉടമ്പടി കാശുരൂപം കൊച്ചിൻ്റെ തലയുടെ കീഴിൽ വെച്ചതിന് ശേഷം വലിയൊരു മാറ്റം കണ്ടു തുടങ്ങി. പിന്നെ അവർക്ക് ഫർദർ ഇതിന് ചെയ്യുന്നതിന് അവർ ലിംഫാൻജിയോഗ്രാം എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ചെയ്തു. ആ ലിംഫാൻജിയോഗ്രാമിലൂടെ മരുന്ന് ഇഞ്ചെക്ട് ചെയ്തപ്പോൾ ഈ ഒരു ടെസ്റ്റ് കൂടെ നടന്നില്ല, സർജറി മാത്രമേ ഒരു ഹോപ്പ് ഉണ്ടായിരുന്നുള്ളൂ. അതും ആർക്കും വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിന് ശേഷം പൂർണ്ണമായി ആ ലീക്ക് അടയുകയും പിന്നെ കൊച്ചു ഒരു കുഴപ്പമില്ലാതെ വരികയും ചെയ്തു. ആ ലാസ്റ്റ് ദിവസം ആ കുറയുന്ന അവസ്ഥയിൽ എനിക്കാണ് ഹോസ്പിറ്റലിൽ വെച്ച് ചിക്കൻ ബോക്സ് പിടിച്ചതുകൊണ്ട് എനിക്കാണ് ശരിക്കും സങ്കടത്തോടെ എനിക്ക് വീട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു. ആ സമയത്ത് ഞാൻ ആ പരിശുദ്ധ അമ്മയുടെ മടിയിൽ അവനെ വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ ശരിക്കും അവിടെ നിന്ന് പോകുന്നത്. ഇപ്പം ഞങ്ങൾ ഫോളോ അപ്പും കഴിഞ്ഞു. ഇപ്പം കൊച്ചുണ്ടായി 4 മാസം ആകുന്നു. ഒരു കുഴപ്പമില്ല, ഒരു ഓപ്പൺ ഹാർട്ടും വേണ്ടി വന്നില്ല. ഒരു ചെറിയ തുളയിട്ടതിൻ്റെ ഒരു ചെറിയ പാടല്ലാതെ അവൻ്റെ ദേഹത്ത് വേറൊരു പാട് പോലും ഉണ്ടായിട്ടില്ല. ആ പരിശുദ്ധ അമ്മയ്ക്ക് ഞങ്ങൾക്ക് ഈ ഒരു അനുഗ്രഹം ഈശോയിലൂടെ നേടിത്തന്നതിന് 1000 എത്ര 1000 നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതിൽ ഈശോയ്ക്ക് 1000 നന്ദി.